നമുക്ക് ഈ വചന ശ്രവണ സമയത്തെ തമ്പുരാന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവെ ഞങ്ങളെ എല്ലാവരെയും ഈ വചനത്തിൻ്റെ ശക്തി കൊണ്ടും ചൈതന്യം കൊണ്ടും നിറയ്ക്കണമേ എന്നും ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും പ്രത്യേകം കർത്താവിന് സമർപ്പിക്കുന്നു. കേൾക്കുന്ന വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് അത് 100 മേനി ഫലം പുറപ്പെടുവിക്കുവാൻ, നമ്മുടെ ജീവിതങ്ങൾക്ക് വചനം ബലവും ശക്തിയുമാകാൻ, ഒരു വചനം പോലും നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ, അത് 100 മേനി ഫലമുളവാക്കാൻ നമുക്കൊരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് നിന്റെ വചനം ശ്രവിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് വചനം തന്നെയായ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവചനത്തിൻ്റെ അമ്മയായ പരിശുദ്ധ മറിയമേ, നിന്റെ പക്കലേക്ക് ദൈവവചനം വന്നപ്പോൾ നീ അതിനെ സ്വീകരിച്ച വിധത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന സദ്വിചാരങ്ങളും സദ്വചനങ്ങളും കൃപയോടെ സ്വീകരിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാനും അമ്മ ഞങ്ങൾക്ക് വേണ്ടിയും ഈ സമയം പ്രാർത്ഥിക്കണമേ. ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന സൗഖ്യം എല്ലാ മനസ്സുകൾക്കും കൊടുക്കണമേ. ശരീരവും മനസ്സും ദൈവത്തിൻ്റെ വചനം കൊണ്ട് സുഖപ്പെടട്ടെ. കർത്താവെ, ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിച്ച് ലോകമെമ്പാടും ഈ സമയം വചനം കേൾക്കുന്ന എല്ലാ മക്കളെയും നിന്റെ വലതുകരം നീട്ടി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്തെ ഞങ്ങൾ പ്രത്യേകമായി അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, വചനത്തിൻ്റെ മുമ്പിൽ നമ്മുടെ മനോഭാവങ്ങളെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. ഇന്ന് നമുക്കറിയാം, വായന മരിക്കുന്നു എന്നൊരു ചൊല്ലില്ലേ? വളരെ ശരിയാണ്. പണ്ടൊക്കെ പുസ്തകങ്ങളെ ആശ്രയിച്ച് അറിവ് നേടാൻ വേണ്ടി ധാരാളം വായിച്ച് ആ വായിച്ച് കിട്ടുന്ന ഫലങ്ങളെയെല്ലാം മറ്റുള്ളവർക്ക് വായനയിലൂടെ തന്നെ അല്ലെങ്കിൽ സംസാരത്തിലൂടെ പഠിപ്പിക്കലൂടെ വിതരണം ചെയ്തിരുന്ന ഒരു തലമുറയുണ്ടായിരുന്നു. ഇന്ന് വിരൽത്തുമ്പിലല്ലേ അറിവിരിക്കുക? നമ്മുടെ ഇന്നത്തെ സാങ്കേതിക സംവിധാനങ്ങൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് വായന മരിക്കുന്നു. അവനവനാവശ്യമുള്ള അറിവിൻ്റെ നുറുങ്ങുകൾ പല വേദികളിൽ നിന്ന് സംഭരിച്ചു വച്ചിരിക്കുന്നത് വിരൽ തൊട്ടാൽ വിരൽത്തുമ്പിലെത്തുന്ന ഒരു സംവിധാനം നമുക്കിന്നുള്ളത്. അതുകൊണ്ട് വായന മരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവവചനത്തെക്കുറിച്ച് പറയുമ്പോൾ ദൈവവചനം വെറുതെ കേൾക്കാനുള്ളതാണ്, അല്ലെങ്കിൽ വായിക്കാനുള്ളതാണ്, അത് ആർക്കെങ്കിലുമൊക്കെ പ്രസംഗിക്കാനുള്ളതാണ്, അല്ലെങ്കിൽ പുസ്തക രൂപത്തിൽ സൂക്ഷിക്കാനുള്ളതാണ് എന്നൊക്കെ പലപ്പോഴും ചിന്തിക്കാറില്ലേ? ഇത് സൂക്ഷിക്കേണ്ടത് പുസ്തകങ്ങളല്ല, നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലാണ് എന്ന് നമ്മൾ കണ്ടെത്തുമ്പോൾ നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ കുടികൊണ്ട് നമ്മളെയൊക്കെ ആശയങ്ങളിലേക്ക്, ആദർശങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? ഇത് കേൾക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ഈ വചനം എന്ന് പറയുന്നത്. അത് ജീവിതത്തിലേക്ക് ആവഹിച്ചെടുക്കാനുള്ളതാണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം നിങ്ങൾ എടുക്കുക. അധ്യായം 66 2-ാമത്തെ വാക്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനകത്ത് പ്രവാചകൻ കേൾവിക്കാരോട് പറയുന്നൊരു കാര്യമുണ്ട്. വചനം എവിടെയാണ് ഫലം പുറപ്പെടുവിക്കേണ്ടത്, വചനം എവിടെയാണ് സ്പർശിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ എങ്ങനെ വചനം സ്വീകരിക്കണം ജീവിതത്തിലേക്ക് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും വചനം ശ്രവിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക എന്നാ പറയുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നമ്മൾ കാട്ടുന്ന മനോഭാവം എന്ന് പറയുന്നത് വിനയത്തിൻ്റെ, എളിമയുടെ മനോഭാവമാണ്. ഹെബ്രായ ലേഖനം 4:12 നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ അത് മൂർച്ചയേറിയതും
ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വികാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പോൾ വചനം എപ്പോഴും പ്രവർത്തനനിരതമാണ്. ഈ പ്രവർത്തനനിരതമായ വചനത്തെ എളിമയോടുകൂടി നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അത് നമ്മളിൽ വലിയ വലിയ നന്മയുടെ ഫലങ്ങൾ ഉളവാക്കും എന്ന് നമുക്ക് കൃത്യമായി അറിയാം. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ വചനത്തെ സമീപിക്കുന്ന ഹൃദയം കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയാൻ പറ്റും. ബുദ്ധിയുള്ളവനല്ലേ സമൂഹത്തിൽ സ്ഥാനമുള്ളൂ. ബുദ്ധി കുറഞ്ഞവനെല്ലാവരും തള്ളിക്കളയുകയും ചെയ്യും. ഒരു കുടുംബത്തിൽ തന്നെയാണ് ബുദ്ധിയുള്ള മക്കളുണ്ട്, അല്ലെങ്കിൽ ബുദ്ധി കുറഞ്ഞ മകനുണ്ട്, മകളുണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വിവേചനയുണ്ടെന്ന് നമുക്കറിയാം. ബുദ്ധിയുള്ളവന് കൂടുതൽ ബുദ്ധിപരമായിട്ട് വളരാനുള്ള സാഹചര്യം കുടുംബം ഒരുക്കി കൊടുക്കുകയല്ലേ. അവന് വലിയ ബോധം ബുദ്ധിയൊന്നുമില്ല എന്ന് കാരണന്മാർ പോലും ചിലപ്പോൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ല, നമ്മൾ വചനത്തെ സമീപിക്കുന്നതുകൊണ്ട് ബുദ്ധി കൊണ്ടല്ല. വചനം ഒരിക്കലും എൻ്റെ സഹോദരങ്ങളെ ബുദ്ധിയുടെ വിഷയമല്ല, അത് ഹൃദയത്തിൻ്റെ വിഷയമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് ദൈവത്തോളം ആഴമുണ്ട്. ദൈവത്തിൻ്റെ വചനം ദൈവത്തോളം ആഴമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ദൈവം ബുദ്ധിയുടെ വിഷയമല്ലാത്തതുപോലെ ദൈവത്തിൻ്റെ വചനവും ബുദ്ധിയുടെ വിഷയമല്ല, അത് ഹൃദയത്തിൻ്റെ വിഷയമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പക്ഷെ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും, പൗലോസ് അപ്പോസ്തലൻ പറയുന്നൊരു കാര്യമുണ്ട്. ഈ ബുദ്ധി പോലും പലപ്പോഴും അന്ധകാരം നിറഞ്ഞതായിട്ട് മാറും. റോമാക്കാർക്കെഴുതിയ ലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ ബുദ്ധി കൊണ്ട് മാത്രം നടക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ബുദ്ധിമാന്മാർ അധികമില്ല, വലിയ ആളുകളും അധികമില്ല എന്ന് 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായത്തിൽ 26 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് പോലെ നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളെ പല അബദ്ധങ്ങളിൽ കൊണ്ട് ചെന്ന് വീഴിക്കുന്നതാണ്. ഈ ബുദ്ധിയിൽ അന്ധകാരം നിറയുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതൊരു അഹങ്കാരത്തിൻ്റെ അന്ധതയാണ്, അല്ലെങ്കിൽ ഇരുട്ടാണെന്ന് പറയാൻ പറ്റും. ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏത് കാര്യം വന്നാലും തെറ്റായ ഒരു വ്യാഖ്യാനമോ തെറ്റായ സമീപനമൊക്കെ ഉണ്ടാകാനാണ് സാധ്യത. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ വചനത്തിന് മുമ്പിലെ നമ്മുടെ മനോഭാവങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന്. ഇതിനെ ബുദ്ധി കൊണ്ട് നമ്മൾ സമീപിക്കേണ്ട കാര്യമല്ല. അനുതാപത്തോടു കൂടി, തെറ്റുകളെക്കുറിച്ചുള്ള അനുതാപത്തോടു കൂടി, ഹൃദയ എളിമയോടുകൂടി വേണം നമ്മൾ ദൈവവചനത്തെ സമീപിക്കാൻ. അതേസമയം മറ്റൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ബുദ്ധിയിൽ അന്ധകാരം നിറയുന്ന വ്യക്തിയെ തിരുവചനം വിളിക്കുക ഭോഷൻ എന്നാണ്. സങ്കീർത്തനം 14 എടുത്തോളൂ. അതിൻ്റെ 1-ാമത്തെ വചനത്തിൽ നമ്മൾ കാണും ഒരു പ്രത്യേകമായ സന്ദേശം പോലെ നമുക്ക് തരുന്ന ഒരു വാക്യമുണ്ട്. അതിനകത്ത് ദൈവമില്ല എന്ന് പറയുന്ന ഒരുപാട് മനുഷ്യർ നമ്മൾ കണ്ടിട്ടില്ല. ദൈവനിഷേധികളായ ഒരുപാട് ഫിലോസഫേഴ്സൊക്കെ പണ്ടൊക്കെ ഉണ്ട്. നീഷയെ പോലുള്ള ഒരുപാട് ആളുകൾ ഈ അസ്തിത്വവാദത്തിൻ്റെയൊക്കെ മുമ്പിൽ നിന്നുകൊണ്ട് ദൈവനിഷേധകരായി ജീവിച്ച ഒരുപാട് ആളുകളുണ്ട്. കുറേയേറെ സാഹിത്യകാരന്മാരെ പോലും നമ്മുടെ ഈ നാട്ടിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ദൈവമില്ല. പക്ഷേ തിരുവചനത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ സഹോദരങ്ങൾ ദൈവമില്ലെന്ന്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ദൈവമില്ലെന്ന്. എവിടെയാണെന്നറിയാമോ? സങ്കീർത്തനം 14 നിങ്ങൾ വായിക്കും. മൂഢൻ പറഞ്ഞു ദൈവമില്ല എന്ന്. മൂഢനാ പറയുക. ബുദ്ധിയിൽ അന്ധകാരം തരുന്ന മൂഢൻ പറഞ്ഞു ദൈവമില്ല എന്ന്. അപ്പോൾ ദൈവമില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്നറിയാമോ? അവൻ മൂഢനായതുകൊണ്ടാണ്. അവൻ്റെ മൂഢത്തരം കൊണ്ട് അവന് ദൈവത്തെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവൻ പറഞ്ഞു തനിക്ക് മുഴുവൻ ദൈവമില്ല എന്ന്. ബൈബിളിൽ പറഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങനെയും പറഞ്ഞു വെക്കാൻ പറ്റും. പക്ഷേ ബൈബിൾ പറഞ്ഞിരിക്കുന്ന ആദ്യ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞ് മൂഢനായ മനുഷ്യനാ പറഞ്ഞ ദൈവമില്ല എന്ന്. അപ്പോൾ ദൈവത്തെ നിഷേധിക്കുന്ന മൂഢത്വമാണെന്ന് വേണ്ടി നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. ദൈവം ഒരിക്കലും ബുദ്ധിയുടെ വിഷയമല്ല, ഹൃദയത്തിൻ്റെ വിഷയമാണ്. നമ്മൾ ഓർക്കുക. തലകൊണ്ട് ആലോചിച്ചാൽ എന്തെങ്കിലും നടക്കുമോ? വേണ്ട. നമ്മുടെ സാധാരണ ജീവിതത്തിൽ സ്നേഹം എന്ന് പറയുന്ന വലിയ പ്രതിഭാസമുണ്ടല്ലോ. നമ്മളതിന് എന്തെല്ലാം വ്യാഖ്യാനങ്ങളാണ് കൊടുക്കുക, എന്തുമാത്രം പ്രാധാന്യമാണ് സ്നേഹത്തിന് കൊടുക്കുക. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരുടെ അധ്യായം പോലും ഈ സ്നേഹത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. സ്നേഹത്തിന് എന്തുമാത്രം സാഹിത്യത്തിൽ സ്ഥാനമുണ്ടെന്ന് നമുക്കറിയാം. അതിന് ജീവിതത്തിൽ ഒരുപാട് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഈ സ്നേഹമെന്ന് പറയുന്ന വലിയൊരു പ്രതിഭാസം. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെ ഒന്ന് ഡിവിനൈസ് ചെയ്തു, ദൈവികവൽക്കരിച്ച് അദ്ദേഹം പറഞ്ഞു ദൈവം സ്നേഹമാണ് എന്ന്. നോക്കണേ, ഇപ്പോൾ സ്നേഹമെന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ അനുദിന ജീവിതങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല, ആ ദൈവത്തോളം ആഴമുള്ളതാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഈ സ്നേഹമെന്ന് പറയുന്നത് തലയുടെ വിഷയമല്ല, അത് ഹൃദയത്തിൻ്റെ വിഷയമാണ്. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ കാണുന്ന ഒത്തിരി കാര്യങ്ങളൊക്കെ ഇല്ലേ? ഒരു കുടുംബത്തിൽ മാതാപിതാക്കന്മാർക്ക് പരസ്പരമുള്ള ആ സ്നേഹമെന്ന് പറയുന്നത് തല കൊണ്ടുള്ള സ്നേഹമാണോ? എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ, നിങ്ങൾ ചിന്തിച്ചോളൂ. നിങ്ങൾ ഭാര്യയും ഭർത്താവുമാണെങ്കിൽ നിങ്ങൾ തല കൊണ്ടാണ് സ്നേഹിക്കുക? അല്ല, സ്നേഹം ഹൃദയത്തിലാണ് നിറയുക. അതാണ് പങ്കുവെക്കുന്നത്. അതൊരു അനുഭവമായി മാറുന്നു. തലയുടെ അനുഭവം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ?
ഇല്ല. ഹൃദയാനുഭവം എന്നാ പറയുക. അപ്പോഴ് സ്നേഹമെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ വിഷയം. അതുപോലെ ദൈവം പോലും ഹൃദയത്തിൻ്റെ വിഷയമാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ബുദ്ധി കൊണ്ട് ആലോചിച്ചാലൊന്നും ദൈവത്തെ ഒരുത്തിനും മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ ആദിമ വിശുദ്ധന്മാരൊരാളായ അഗസ്തീനോസ് പുണ്യാൻ പറയുന്നില്ല. അത് അവസാനം അദ്ദേഹം അടിയറ പറഞ്ഞു, ദൈവമേ, എൻ്റെ ഹൃദയം നിനക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്, അവസാനം നിന്നിൽ ചെന്ന് വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ ഈ ഹൃദയം അസ്വസ്ഥമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വാക്യമാണ്. പക്ഷേ നമ്മൾ ഓർക്കണം, അദ്ദേഹം വലിയ ചിന്തകനായിരുന്നു, വലിയ ഫിലോസഫറായിരുന്നു. അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചിന്ത കൊണ്ട് അദ്ദേഹം കണ്ടെത്താൻ ശ്രമിച്ച വ്യക്തിയായിരുന്നു. ചിന്തയുടെ തലപ്പത്തിരുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം അവസാനം ഹൃദയത്തിലെത്തി നിൽക്കുക. അപ്പോൾ ദൈവവും ദൈവത്തിൻ്റെ വചനവുമൊക്കെ ഹൃദയത്തിൻ്റെ വിഷയമായതുകൊണ്ടാണ് നമ്മൾ ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുക. ഹൃദയമുള്ള മനുഷ്യരാകുക എന്ന് പറയുന്ന വളരെ മനോഹരമായ ആശയമുണ്ട്, ചിന്തയുണ്ട്. ഒരു കഥ പോലും അങ്ങനെ, ഓസ്കാർ വൈൽഡിൻ്റെ കഥയുണ്ട് അങ്ങനെ, ഹൃദയമുള്ള മനുഷ്യരാവുക എന്ന് പറയും, തലയുള്ള മനുഷ്യരാകാൻ അല്ല പറയുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ദൈവവചനത്തെ നമ്മൾ സമീപിക്കുന്ന രീതി, ദൈവവചനത്തിൽ നമ്മൾ കാണിക്കുന്ന മനോഭാവങ്ങൾ വളരെ പ്രധാനപ്പെട്ടെന്ന് പറയാൻ ഞാൻ ഇത്രയും കാര്യം നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിച്ചത്. ഇന്ന് ദൈവമില്ല എന്ന് പറയുന്ന നിരീശ്വരന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ അവരുടെ ഹൃദയങ്ങളിൽ. അവരുടെ ഹൃദയത്തിൽ ദൈവമില്ല എന്നുള്ളതല്ലേ പ്രധാനപ്പെട്ട കാര്യം. അല്ലാതെ ദൈവമില്ല എന്ന് പറയുന്ന ആ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുക. അവനവൻ്റെ ഹൃദയത്തിലാണ് ദൈവത്തിന് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. മറിച്ച് ദൈവത്തിന് ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കാതിരുന്നാൽ ആ വ്യക്തിക്ക് ദൈവമില്ല എന്നുള്ള അർത്ഥത്തിലാണ് നമ്മളത് കാണേണ്ടതും നമ്മൾ ഓർക്കുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, ആരാ ദൈവത്തെ കാണുക? ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ എപ്പോഴും നമ്മോട് പറയും. പക്ഷെ ദൈവത്തെ കാണുന്നവനെക്കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട്. ദൈവത്തെ കാണാൻ കഴിവുള്ളവനെക്കുറിച്ച് ക്രിസ്തു നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ആരാണെന്നറിയാമോ? അത് ഹൃദയശുദ്ധിയുള്ളവൻ. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ പറയും, ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണുന്നുവെന്ന്. ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണുന്നു എന്ന്. അപ്പോൾ ആ ഹൃദയശുദ്ധി എവിടെ നഷ്ടപ്പെടുന്നുവോ അവിടെ ദൈവം നമുക്കില്ലാതായിത്തീരുക. അതുകൊണ്ട് ഒരു പ്രിയപ്പെട്ട നമുക്ക് സെക്കൻഡ് എന്നൊക്കെ, നിങ്ങൾ ഈ പള്ളിപ്പെരുന്നാളിനൊക്കെ പോകുമ്പോൾ കാണുന്നൊരു കാര്യമില്ലേ, വലിയ പ്രദർശനങ്ങളൊക്കെ നടത്തുമ്പോൾ ഒത്തിരി വാദ്യമേളക്കാരൊക്കെ ഉണ്ടാകും. ഈ വാദ്യമേളക്കാരുടെ അവരെ നയിച്ചുകൊണ്ട് പോകാൻ ചിലപ്പോൾ ഇടവകയിലെ ആരെങ്കിലുമൊക്കെ മുമ്പിലുണ്ടാകും. ഇങ്ങനെ ചെണ്ടക്കാരനിങ്ങനെ കൊട്ടിക്കൊട്ടി പോകുമ്പോൾ ഇടയ്ക്കൊരു നിർത്തിക്കൊട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? ഒരു ഇടയ്ക്കൊരു നിർത്തിക്കൊട്ട് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചിന്തകൾ നമ്മളിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് നിർത്തിക്കൊട്ടേണ്ടതായിട്ട് വരും. അവിടെ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്, മറ്റൊന്നിലേക്കുമല്ല, നമ്മുടെ ഹൃദയത്തിൽ ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കാൻ. നമ്മുടെ ഹൃദയത്തിലെ ദൈവിക ഭാവങ്ങൾ എത്രമാത്രം പ്രകാശമുള്ളതാണെന്ന് അന്വേഷിക്കാൻ. എൻ്റെയും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവമുണ്ടോ എന്ന് നമ്മൾ ആദ്യമായിട്ട് അന്വേഷിക്കുകയാണ്. ആ ദൈവത്തിൻ്റെ അളവ് പോലും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു സെക്കൻഡ് നമുക്ക് നിശബ്ദമായിട്ട് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു നിമിഷം കണ്ണുകളൊക്കെ അടച്ച് നമ്മുടെ ഹൃദയത്തിലെ ദൈവത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് നമുക്കൊന്ന് ഓർമ്മിക്കാം. എൻ്റെ ഹൃദയത്തിൽ ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുവോ? എൻ്റെ ഹൃദയത്തിലെ ദൈവത്തിൻ്റെ സ്ഥാനം എത്രമാത്രമെന്ന് എനിക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ദൈവമേ, അങ്ങ് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകുമാറാകണമേ. എൻ്റെ ഹൃദയത്തിൽ പ്രകാശമായി വെളിച്ചമായി അങ്ങ് വസിക്കണമേ. എൻ്റെ എല്ലാ പ്രവൃത്തികളെയും ചിന്തകളെയും നിയന്ത്രിക്കണമേ. അങ്ങയെ മറന്ന് ഒരു നിമിഷം പോലും ജീവിക്കാൻ എനിക്കിടയാക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വീണ്ടും നമുക്ക് ചിന്തകളിലേക്ക് വരാം. ഒരിക്കലും ഒരു കുടുംബനാഥനെ എനിക്ക് പരിചയപ്പെടേണ്ടി വന്നു. നല്ല സാമ്പത്തിക ശേഷിക്കുള്ളൊരു കുടുംബമാണ്. അയാൾ ബിസിനസ്സൊക്കെ ചെയ്ത് ധാരാളം പണമുണ്ടാക്കി. ആ പണം തരുന്ന സുരക്ഷിതത്വം, സുഖം, ആഘോഷങ്ങൾ എല്ലാം അയാളുടെ ജീവിതത്തിന് എപ്പോഴും ആഭരണമായി കൂടെ ഉണ്ടായിരുന്നു. നല്ല വീട്, ബാക്കി എല്ലാ സൗകര്യങ്ങളും, വണ്ടികൾ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും അയാൾ സമ്പാദിച്ചു. പക്ഷേ ഹൃദയത്തിൽ ദൈവത്തെ മറന്നുവോ എന്ന് എനിക്കൊരു സംശയം. ഞാൻ മറന്നെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെങ്ങനെയാണ് അതറിയുക? ദൈവത്തിന് അയാൾ കൊടുക്കുന്ന സ്ഥാനം, ദൈവിക കാര്യങ്ങൾക്ക് അയാൾ കൊടുക്കുന്ന സ്ഥാനം നോക്കിയിട്ടാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ദൈവമുണ്ടെന്ന് നമ്മൾ തീരുമാനിക്കുക. പള്ളിയിലൊക്കെ പോകുന്ന ശീലങ്ങളൊക്കെ കുറവാണ്. ഈസ്റ്ററിനോ ക്രിസ്മസിനോ അങ്ങനെയുള്ള പ്രധാന ദിവസങ്ങളിലൊക്കെ പള്ളിയിൽ പോയി ഏറ്റവും പുറകിലോ അല്ലെങ്കിൽ പുറത്തോ നിന്ന് തിരിച്ചു പോരുന്ന ഒരു രീതിയിലായിരുന്നു അയാളുടെ ആ ദൈവിക കാര്യങ്ങളുടെ ഇടപെടലെന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം പെട്ടെന്നൊരു വാർത്ത കിട്ടി, ഇന്നാര് ആശുപത്രിയിലാണ്, അറ്റാക്കാണെന്ന്. ചെന്നപ്പോൾ ആശുപത്രി കയറാൻ പറ്റിയില്ല. കാരണം ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് ആൾ കിടക്കുക.
അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഞാൻ കാണാനുള്ളൊരു അവസരം കിട്ടിയപ്പോൾ ചെന്ന് കണ്ടു. കുറേ സംസാരിച്ചു. അയാളല്ല കേട്ടോ, ഞാൻ കുറേ സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ അയാൾക്ക് വേണ്ടി തമ്പുരാൻ്റെ തിരുമുമ്പിൽ മാധ്യസ്ഥം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്ന നഴ്സ് സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ, ഞാനൊരു കാര്യം ഇപ്പം മനസ്സിലാക്കുന്നു. എനിക്ക് നാളെ കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. തമ്പുരാൻ എൻ്റെ ഹൃദയത്തെ പിടിച്ച് കുലുക്കി. അപ്പോഴെനിക്ക് മനസ്സിലായി ഇതിനകത്ത് തമ്പുരാനില്ലെന്ന്. അതുകൊണ്ട് നാളെ എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കണം, ഈശോ എൻ്റെ ഹൃദയത്തിൽ കൊണ്ടുവരണം. ഞാൻ പറഞ്ഞു, ഞാൻ എന്താ ബുദ്ധിമുട്ടൊന്നുമില്ല, നാളെ ഞാൻ വരാമല്ലോ. ഏതായാലും ആ നല്ല മനുഷ്യൻ ഒരു പക്ഷേ 10, 20, 25 വർഷം സമ്പത്ത്, സുഖം, സൗകര്യങ്ങൾ ഇതിൻ്റെയൊക്കെ പുറകെ ഒക്കെ ജീവിച്ചു. തമ്പുരാന് ഹൃദയത്തിൽ ഇടം കൊടുക്കാതെ വന്നു. തലകൊണ്ടൊക്കെ ഒത്തിരി അയാൾ പ്രവർത്തിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഒടുവിൽ എന്ത് പറ്റി? ഒരു ഹാർട്ട് അറ്റാക്ക് വന്നപ്പോഴാണ്, ദൈവം അയാളുടെ ഹൃദയത്തെ പിടിച്ച് കുലുക്കിയപ്പോഴാണ് ഹൃദയത്തിൽ ദൈവമില്ല എന്ന് അയാൾക്ക് ബോധ്യമായത്. അന്നു മുതൽ ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം. എല്ലാവരോടും സ്നേഹം. കാരണം ദൈവം, കർത്താവ് ഹൃദയത്തിലേക്ക് വന്നു. ക്ഷമിക്കേണ്ടവരൊക്കെ ക്ഷമിക്കാനുള്ള സന്നദ്ധത. അതുപോലെ ദൈവം തന്ന സമ്പത്തിനെ ഇല്ലാത്തവരുമായി പങ്കുവെക്കാനുള്ള വലിയ ഒരുക്കം. വലിയ മാറ്റം അയാളുടെ ജീവിതത്തിലേക്ക് വന്നു. ഹൃദയത്തിൽ ദൈവമുണ്ട് എന്ന് ബോധ്യമായപ്പോൾ നമുക്കതാ ആവശ്യം. അതുകൊണ്ട് നമുക്ക് ഹൃദയത്തിലേക്ക് നോക്കണം. എന്നിട്ട് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ദൈവമുണ്ടോ എന്ന് അന്വേഷിക്കണം. ആ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കുക. ഹൃദയം ദൈവത്തിൻ്റെ ആലയം, ഉന്നതൻ വാണിടും പുണ്യകർമ്മ്യം എന്ന് പറഞ്ഞൊരു നല്ല മനോഹരമായ ഗാനമുണ്ട്. ദൈവത്തിൻ്റെ ആലയമാണ് ഹൃദയം എന്ന് നമ്മൾ അറിയുന്നു. അത് പൗലോസ് അപ്പോസ്തലൻ വളരെ കാര്യമായിട്ട് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഒരു വലിയ സന്ദേശവുമാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ് എന്നൊരു കാര്യം. പക്ഷേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകും. നമ്മുടെ ഹൃദയത്തിൽ ഈ വിളക്കുകൾ അണഞ്ഞു പോകുന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാറില്ല. 10 കന്യകമാരുടെ കഥ പറയുന്നിടത്തും പറയുന്നില്ലേ വിളക്കുകൾ അണഞ്ഞു പോയ കന്യകമാരെ കുറിച്ച്? അവർക്ക് മണവാളനോടൊപ്പം അകത്ത് കയറാൻ പറ്റിയില്ല. അവിടെ വിളക്കുകളിൽ എണ്ണയില്ലാതെ പോയി, അതുകൊണ്ട് അത് കത്തിയില്ല. അതുപോലെ എൻ്റെ പ്രിയ സഹോദരങ്ങൾ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിളക്കുകൾ അണഞ്ഞു പോകുന്ന ഒരു അനുഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോഴും ഹൃദയത്തിൽ അന്ധകാരം നിറയും. ഈ ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞാൽ ഉണ്ടാകുന്ന ഫലം എന്താണെന്നറിയാമോ? പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട് പ്രത്യേകമായിട്ട്, അങ്ങനെയുള്ളവരുടെ ഹൃദയങ്ങൾ തെറ്റിലേക്ക് പോകും. അദ്ദേഹം പറയും റോമാലേഖനം 1:21, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിച്ചില്ല. അവിടെയാണ് തെറ്റുപറ്റത്. ദൈവത്തെ അറിഞ്ഞവരാ, ദൈവമുണ്ടെന്നറിഞ്ഞവരാ, ദൈവ അനുഭവങ്ങളൊക്കെ ഏതെങ്കിലും വേദിയിൽ ഏതെങ്കിലും കാലത്തൊക്കെ കിട്ടിയവരാ. പക്ഷേ അവർ ആ ദൈവത്തെ മഹത്വപ്പെടുത്താതെ ജീവിച്ചു. അവരാണ് ഈ ഭോഷന്മാരെന്നൊക്കെ പറയുക. അതുകൊണ്ട് ദൈവം അവരെ കൈവിട്ടു, പാപത്തിലേക്ക്, തിന്മയിലേക്ക് കൈവിട്ടു. നമ്മൾ റോമാലേഖനം വായിക്കുമ്പോൾ 24 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കുറേയേറെ തിന്മകളുടെ ഒരു ലിസ്റ്റ് കാണാൻ പറ്റും. എൻ്റെ പ്രിയ സഹോദരങ്ങൾ, എപ്പോഴെങ്കിലും നേരം കിട്ടുമ്പം റോമാലേഖനത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ 24 വാക്യങ്ങൾ വായിക്കണം. ഒരു മനുഷ്യൻ ചെയ്തു വയ്ക്കാവുന്ന എല്ലാ തെറ്റുകളും നമ്മുടെ സമൂഹത്തിലോ അവിടെ ഇവിടെയൊക്കെ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം നമ്മൾ അനുഭവിക്കുന്ന തെറ്റുകളുടെ ഒരു കൂമ്പാരത്തെ പൗലോസ് അപ്പോസ്തലൻ അവതരിപ്പിക്കുകയാണ്. തെറ്റുകളുടെ ഒരു ലോകം തന്നെയുണ്ട്. ദൈവത്തിൽ നിന്ന് മാറി കഴിയുമ്പോൾ, ഹൃദയത്തിൽ ദൈവത്തെ സ്തുതിക്കാതെ ജീവിക്കുമ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അവരെ അശുദ്ധിയിലേക്ക് ദൈവം കൈവിടുകയാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ചില ആളുകൾ ജഡികതയിലേക്ക് പോവുക, ചില ആളുകൾ അശുദ്ധിയിലേക്ക് പോവുക, മ്ലേച്ഛതയിലേക്ക് പോവുക, വെറുപ്പിലും വിദ്വേഷത്തിലും നിലനിൽക്കുക, മദ്യപാനികളായി മാറുക. ഹൃദയത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തണം സഹോദരങ്ങളെ. അപ്പോൾ അങ്ങനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയ തിന്മ കടന്നു വരില്ല. ഇനി കടന്നു വരുന്ന തിന്മകളെ പോലും ആട്ടി ഓടിക്കാൻ നമ്മളപ്പോൾ കഴിവുള്ളവരായിത്തീരും. അതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്ന ആ മഹത്തരമായ കാര്യത്തിൽ നമുക്ക് എപ്പോഴും തയ്യാറായിട്ടിരിക്കാം. ധാരാളം അവസരങ്ങൾ നമുക്കുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ദൈവത്തിന് സ്തുതി പറയാൻ നമുക്ക് എന്താ വിഷമം? അതുകൊണ്ടാണ് നമ്മൾ ധ്യാന സെൻറ്ററുകളൊക്കെ ചെല്ലുമ്പോൾ ദൈവമേ സ്തുതി, ദൈവമേ നന്ദി എന്ന് പറയുന്ന ധ്യാന കേന്ദ്രത്തിൽ നിന്ന് പോരുമ്പം തീരരുത്. എല്ലാ സമയവും നമുക്ക് ചുമ്മാ നടക്കുമ്പോഴും നമുക്കൊരു അനുഭവം, നല്ല അനുഭവം കിട്ടുമ്പോഴും, നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യങ്ങൾ നടക്കുമ്പോഴും അല്ലാത്തപ്പോഴും സഹനത്തിന് നടുവിൽ പോലും നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും. അങ്ങനെ ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിയും നമ്മൾ കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ദൈവമക്കളായി വളരുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫേസ്യസ് ലേഖനത്തിലെ 1:6 പറയുന്നത്, നമ്മളെ ദൈവത്തരാക്കിയത് ദൈവത്തെ സ്തുതിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാനാണെന്ന്. ചിലവൊന്നുമില്ലല്ലോ, നമുക്ക് സാമ്പത്തികമായ ഭാരങ്ങളില്ലാത്ത വളരെ
കൃപ നിറഞ്ഞ ഒന്നാണ് ദൈവസ്തുതിയോടെ ദൈവത്തിന് മഹത്വം കെടുത്തിക്കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത്. അതും നമ്മുടെ ചിന്തയിൽ നമുക്ക് ഈ ധ്യാനത്തിൻ്റെ ചിന്തയുടെ ഭാഗമായിട്ട് കൊണ്ടുവരാം. ഒരിക്കലും പാപിക്ക് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്ന പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പാപം നിറഞ്ഞ ഒരു ഹൃദയം മനസ്സാ ഉള്ളത് എങ്കിൽ അവിടെ ഒരിക്കലും ദൈവസ്തുതി ഉണ്ടാവില്ല, ദൈവസ്തുതിക്കാനാവില്ല, പ്രാർത്ഥിക്കാനാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇതിൽ നിന്ന് വിട്ടു നിൽക്കും. അവസാനം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ തരം താഴുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളിൽ നമുക്ക് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം എന്ന് നമുക്കിന്ന് തീരുമാനിക്കാം. അതുപോലെ തന്നെ ഈ വിനോബ ഭാവയുടെ ഒരു പുസ്തകമുണ്ട്. അദ്ദേഹം എഴുതിയ ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിനകത്ത് വളരെ മനോഹരമായ ഒരു വാക്ക് ഞാൻ വായിച്ചത് ഹൃദയത്തിൽ വെളിച്ചമുള്ളവരാവുക എന്നൊരു കാര്യമാണ്. ഹൃദയത്തിൽ വെളിച്ചമുള്ളവരാവുക. ഹൃദയത്തിൽ വെളിച്ചം പോയില്ലേ നല്ല ചിന്തകൾ പിന്നെ വരില്ല, നല്ല സമീപനങ്ങൾ ഉണ്ടാവില്ല, നല്ല പ്രതികരണങ്ങൾ ഉണ്ടാവില്ല. ഹൃദയത്തിൽ അന്ധകാരമാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ വെളിച്ചമുള്ളവരാവുക എന്ന് പറയുന്ന അതിന് നമ്മൾ ഒത്തിരി പ്രാധാന്യം കൊടുക്കണം. ഹൃദയത്തിന് വെളിച്ചമുള്ള ഒരു വ്യക്തിയോട് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചോളൂ. നമ്മൾ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വിഷയത്തിലാണെങ്കിലും ഹൃദയത്തിൽ വെളിച്ചമുള്ളവൻ ഒരു നല്ല വഴി പറഞ്ഞു തരും. അതുകൊണ്ടാണ് ഹൃദയത്തിൽ വെളിച്ചമുള്ള വ്യക്തികളെ നമ്മൾ തേടിപ്പോകുന്നത്, അന്വേഷിച്ച് പോകേണ്ടതായിട്ടുണ്ടാകും പല സന്ദർഭങ്ങളിലും. അതുകൊണ്ട് ഹൃദയത്തിൽ വെളിച്ചമുള്ളവരായി തീരുക എന്ന് പറയുന്ന ആ ഒരു വലിയ ആശയത്തിന് നമുക്ക് കുറച്ചുകൂടെയൊക്കെ പ്രാധാന്യം കൊടുക്കണം. അതേസമയം ഹൃദയത്തിൽ രാത്രിയുള്ളവരെക്കുറിച്ച് ഖലീൽ ജിബ്രാനെ പോലെ എഴുത്തുകാരൊക്കെ പറയാറുണ്ട്. ഹൃദയത്തിൽ രാത്രിയാണ്, നക്ഷത്രങ്ങളില്ലാത്ത രാത്രി പോലെ, വെളിച്ചമില്ലാത്ത രാത്രി പോലെ ചില മനുഷ്യരുടെയൊക്കെ ഹൃദയങ്ങളിൽ എപ്പോഴും സൂര്യോദിക്കാത്ത അല്ലെങ്കിൽ നക്ഷത്രങ്ങളില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഉണ്ടാവട്ടെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവമുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ പ്രഭയുണ്ടാകട്ടെ, ദൈവത്തിൻ്റെ വെളിച്ചമുണ്ടാകട്ടെ. യഹൂദരെ കുറിച്ച് പറയാറുണ്ട്, രാത്രികൾക്ക് ശേഷം പകലുണ്ടാകണം എന്ന് പറയുന്നവരായിരുന്നു അവരെന്ന്. അതിന് നമ്മൾ സങ്കീർത്തനത്തിൽ നമുക്ക് തെളിവ് കാണുന്നുണ്ട്. സങ്കീർത്തനം 46:10 നമ്മൾ വായിക്കുമ്പോൾ ഈ രാത്രി അന്ധകാരം എന്ന് പറയും ദൈവത്തെ അറിയാനുള്ള സമയമാണ്, വിശ്രമിക്കാനുള്ള സമയമാണ് രാത്രി എന്ന് പറയുക. അതുകൊണ്ടാണ് നീ ശാന്തമാവുക ദൈവമാണെന്ന് അറിയുക എന്ന് സങ്കീർത്തനം 46:10 പറയുന്നത്. അപ്പോൾ രാത്രികളിൽ ദൈവത്തെ തേടാനുള്ളവരാണ് നമ്മൾ എന്ന് നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുകയും നമുക്കെപ്പോഴും പ്രാർത്ഥിക്കാൻ സാധിക്കുക. വെളിച്ചം തരണമേ എന്നുള്ള പ്രാർത്ഥന, കാർഡിനൽ ന്യൂമാൻ്റെ പ്രാർത്ഥന നമുക്കറിയാം, വെളിച്ചമേ നയിച്ചാലും എന്ന് പറയുന്ന പ്രാർത്ഥന. അപ്പോൾ വെളിച്ചം തേടുന്നവരാകുക രാത്രിയിൽ പോലും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ സൂര്യനുദിക്കാത്ത അന്ധകാരം നിലനിൽക്കുന്ന അവസരത്തിൽ പോലും നമുക്ക് വെളിച്ചം തരണമേ, വെളിച്ചം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പം ദൈവം വെളിച്ചമായിട്ട് കടന്നു വരും എന്ന് നമ്മൾ അറിയുകയാണ്. അപ്പോൾ ഹൃദയം നിറയെ വെളിച്ചമുള്ള മനുഷ്യരായി തീരാൻ നമുക്കാവട്ടെ. നമുക്ക് വീണ്ടും ഒരു നിമിഷം കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ചിന്തകളുടെ ചൈതന്യത്തെ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ആവഹിച്ചെടുക്കാം. കണ്ണുകളൊക്കെ അടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് ഈ സമയം പ്രാർത്ഥനയിലേക്ക് വീണ്ടും വരാം. കർത്താവേ, ഒരു നിക്കോദേമോസിനെ ഞങ്ങൾ ഓർക്കുന്നു. രാത്രിയിൽ നിൻ്റെ പക്കൽ വന്ന നിക്കോദേമോസിനെ പോലെ ഞങ്ങളുടെ മനസ്സ് ചിലപ്പോൾ അന്ധകാരങ്ങളിലേക്ക് പോകുമ്പോഴും വെളിച്ചം തന്നെയായി നിന്നെ തേടാൻ നീ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ ഹൃദയവും മനസ്സുമൊക്കെ അന്ധകാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ പ്രവൃത്തികളെ കാര്യമായി ബാധിക്കും. ഞങ്ങളുടെ പ്രവൃത്തികളൊക്കെ അന്ധകാരത്തിൻ്റെ പ്രവൃത്തികളായി മാറും, പാപത്തിൻ്റെ തിന്മയുടെ പ്രവൃത്തികളായി മാറും. അതേസമയം ഞങ്ങൾ വെളിച്ചമുള്ളവരും വെളിച്ചത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരുമാകാൻ കർത്താവേ, വെളിച്ചമായി നീ ഞങ്ങളുടെ ജീവിതങ്ങളിൽ കടന്നു വരണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ നീ വെളിച്ചമായി ജീവിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും നന്മയുടെ പ്രവൃത്തികളായി മാറും. അങ്ങനെ നന്മ ചെയ്യാനാണല്ലോ നീ ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതങ്ങൾ ഞങ്ങളുടെ കൂടെ ജീവിക്കുന്നവർക്കും ഞങ്ങൾ ഇടപഴകുന്നവർക്കും ഞങ്ങളോട് ബന്ധപ്പെടുന്നവർക്കും എല്ലാം വെളിച്ചം കൊടുക്കുന്നതായി തീരാൻ വെളിച്ചമായ കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും നിൻ്റെ വലതുകരം നീട്ടി ഈ സമയം അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിലോ ഞങ്ങളെങ്കിൽ സ്തോത്രം പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613, fax 0091 480 270 8097, email mail.divinetv@gmail.com, website www.drcm.org.